ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ സാധാരണ വലിയ സെറ്റിങ്സുകൾ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മുടെ ഫോണിന്റെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി, സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ നെറ്റ് പെട്ടെന്ന് തീർന്നു പോകുന്നതിന്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറേജ് പെട്ടെന്ന് തീർന്നു പോകുന്നതിനൊക്കെ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ചെറിയ സെറ്റിങ്സിൽ ചെറിയൊരു മാറ്റമൊക്കെ വരുത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ പെർഫോമൻസ് കൂട്ടാനും സ്റ്റോറേജ് പെട്ടെന്ന് തീർന്നു എന്നൊക്കെ കുറയ്ക്കാനും സാധിക്കും. അങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫോണിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങളുടെ പെർഫോമൻസ് കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഫില്ലാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു വിധത്തിൽ ഒഴിവാക്കാൻ സാധിക്കും. അതിനു മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ, തുടർന്ന് ലൈക്ക് ബട്ടൺ, പിന്നെ അടിപൊളിയായിട്ടുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകും. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് കുറയുന്നത് ഇവിടെ നമുക്കറിയാം. ഇവിടെ സെറ്റിങ്സിലൊന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ ആപ്സ് നോക്കിയാൽ മനസ്സിലാവും. ആപ്സിൽ ആപ്പ് മാനേജ്മെൻറ്റ് പറയുന്നൊരു ഓപ്ഷൻ കാണാം അല്ലേ. ഇവിടെ നമുക്ക് കണ്ടാൽ തന്നെ അറിയും ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻസ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് കുറയുന്നത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനായി നമ്മൾ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ആ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. സെറ്റിങ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ, ആ സെറ്റിങ്സ് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാം നെറ്റ്വർക്ക് പ്രിഫറൻസ് പറയുന്നൊരു ഓപ്ഷൻ. നെറ്റ്വർക്ക് പ്രിഫറൻസ്, അവിടെ ഡാറ്റ യൂസേജ് ഫോർ ഡൗൺലോഡ്സ്, ആപ്പ് ഡൗൺലോഡ് പ്രിഫറൻസ്, ഓട്ടോ അപ്ഡേറ്റ് ആപ്സ്, ഈ 3 കാര്യങ്ങളും നിങ്ങളൊന്ന് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി വെക്കുക. ഇവിടെ ആപ്പ് ഡൗൺലോഡ് ഉള്ളതിൽ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും താഴെയുള്ള ആസ്ക് മീ എവറി ടൈം എന്നുള്ളതിലേക്കാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഡാറ്റ പോകുന്ന രീതിയിൽ അല്ലെങ്കിൽ വൈഫൈ തീരുന്ന രീതിയിൽ ചെയ്യാതെ ഏറ്റവും താഴെ ആസ്ക് മീ എവറി ടൈം കൊടുക്കുക. അതിനുശേഷം, അതായത് 3 എണ്ണമുള്ള, അതിനുശേഷം ആപ്പ് ഡൗൺലോഡ് പ്രിഫറൻസിൽ കൊടുക്കേണ്ടത് ഇതേപോലെ തന്നെ ആസ്ക് മീ എവറി ടൈം കൊടുക്കുക. വൈഫൈയോ അല്ലെങ്കിൽ ഓവർ ഡാറ്റ ഒന്നും കൊടുക്കാത്ത രീതിയിൽ ചെയ്യുക. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ്, ഇത് അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമാണ്, കാരണം ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്നുള്ളത്. ഈ ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ ചെയ്യേണ്ടത്, ഓട്ടോ അപ്ഡേറ്റ് ആപ്സിൽ നമുക്കിവിടെ ഏറ്റവും മുകളിലുള്ള വൈഫൈ ഓർ മൊബൈൽ ഡാറ്റയിലാണ് നമ്മൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ താഴെയാണ് നിൽക്കുന്നതെങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് നമ്മൾ ഏറ്റവും താഴെ കാണുന്ന ഡോണ്ട് ഓട്ടോ അപ്ഡേറ്റ് കൊടുക്കുക. അതായത് അപ്ഡേറ്റ്, ഇപ്പം നിങ്ങൾക്ക് നെറ്റ് നല്ലപോലെയുള്ള ആളുകളാണെങ്കിൽ ഓട്ടോ അപ്ഡേറ്റ് കൊടുത്തോളൂ, പ്രശ്നമില്ല. നമ്മൾ നെറ്റ് കുറവുള്ള ആളുകൾ, അല്ലെങ്കിൽ ഫോൺ പെർഫോമൻസ് കുറവുള്ള ആളുകൾ, സ്റ്റോറേജ് കുറവുള്ള ആളുകളാണ് ചെയ്യേണ്ടത് ഡോണ്ട് ഓട്ടോ അപ്ഡേറ്റ് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അനാവശ്യമായിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ, അതായത് ആപ്പുകളൊക്കെ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവുന്ന വഴി നമ്മുടെ സ്റ്റോറേജ് കുറയുന്നത്, പെർഫോമൻസ് കുറയുന്നതൊക്കെ നിർത്താൻ പറ്റും. ഇനി നമ്മൾ അഗൈൻ സെറ്റിങ്സ് തന്നെ നമുക്ക് ഇവിടെ കാണാം. ജനറൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്ഷൻ കാണുന്നുണ്ട്, നോട്ടിഫിക്കേഷൻസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അഥവാ ഈ അപ്ഡേറ്റുകളൊക്കെ വന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് അറിയാമെന്നുള്ളത്. അപ്പോൾ അതിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന താഴെയായിട്ട് കാണിക്കുന്നുണ്ട് അപ്ഡേറ്റ് അവൈലബിൾ എന്നുള്ളത്, നോട്ടിഫൈ വെൻ അപ്ഡേറ്റ്സ് ആർ അവൈലബിൾ ഫോർ ആപ്സ്. അപ്പം നമ്മളിത് അപ്ഡേഷൻസ് ഓട്ടോ അപ്ഡേറ്റ് ഓഫ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് അഥവാ പുതിയ അപ്ഡേറ്റുകൾ വരുന്ന അറിയാൻ വേണ്ടിയിട്ട് ഈ നോട്ടിഫിക്കേഷൻസ് അലോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും തന്നെ അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് പോയിട്ട് എന്ത് ചെയ്താൽ മതി, അപ്ഡേറ്റ്സ് കൊടുത്താൽ മതി. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കണം, ഇവിടെ തീം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ തീമിൽ നമ്മൾ ലൈറ്റ് തീമിൽ കൊടുക്കാതെ, അല്ലെങ്കിൽ സിസ്റ്റം ഡിഫോൾട്ട് കൊടുക്കാതെ നമ്മൾ ഡാർക്ക് തീമിലേക്ക് മാറ്റി കൊടുക്കുക. സിസ്റ്റം ഡിഫോൾട്ട് ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഏറ്റവും നല്ല ഡാർക്ക് തീമിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററിയും അതുപോലെ തന്നെ നമ്മുടെ കണ്ണിനൊക്കെ നല്ലൊരു സുഖമുണ്ട്. ബാറ്ററിയൊക്കെ പെട്ടെന്ന് ലോസ് ആവുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതിനുശേഷം ഓട്ടോമാറ്റിക്കലി ആർക്കൈവ് ആപ്സ് എനേബിൾ ചെയ്ത് വെക്കുക. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നമ്മൾ ഉപയോഗിക്കാത്ത, കുറേ കാലമായിട്ട് ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസ് എല്ലാം ഈ ഓട്ടോമാറ്റിക്കലി ആർക്കൈവ് ആപ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആർക്കൈവ് ആപ്സിലേക്ക് അത് മാറിക്കോളും. അതായത് നമ്മുടെ സ്റ്റോറേജ് ഒക്കെ ഫുള്ളാവും തോന്നിക്കഴിഞ്ഞാൽ ഈ ആപ്പുകളെയൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്ലേ സ്റ്റോർ തന്നെ നമ്മുടെ ആർക്കൈവിലേക്ക് മാറ്റും. അതുവഴി നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സ്റ്റോറേജ് ലാഭിക്കാനും, അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന അപ്ഡേറ്റ്സുകൾ ഓട്ടോ അപ്ഡേറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ വെറുതെ കിടന്നിട്ട് എല്ലാ ആപ്ലിക്കേഷൻസും ഇങ്ങനെ അപ്ഡേറ്റ് ആയി നമ്മുടെ സ്റ്റോറേജ് ഫുള്ളാവുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനി അഥവാ എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ ജസ്റ്റ് വാട്സപ്പിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെന്ന് അറിയുകയാണെങ്കിൽ വാട്സപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേറ്റും ചെയ്യാൻ സാധിക്കും.